സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ വിക്ഷുബ്ധകരങ്ങളായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് കേസുമായി നടക്കുന്ന മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ അച്ഛനായ പിണറായി വിജയൻ്റെ വീട്ടിൽ കഴിഞ്ഞ മെയ് 27-ാം തീയതി സെർച്ച് നടക്കുകയുണ്ടായി. ആ സെർച്ചിനിടയിൽ വീണയെ ചോദ്യം ചെയ്യുകയുണ്ടായി. വീണ്ടും വീണയെ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ ED വീണ്ടും വീണയെ സമൻസ് അയച്ചു വരുത്തും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരത്ത് ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിൻ്റെ ലോക്കർ തുറന്നു പരിശോധിക്കുന്നു, വീണയുടെ ലോക്കർ തുറന്നു പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 27-ാം തീയതി വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വീണയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അടക്കം ബാങ്ക് അക്കൗണ്ട്സ് അടക്കം ED ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ട് 132ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കൂട്ടത്തിൽ വീണ വിജയൻ്റെ അക്കൗണ്ടും ഉണ്ടായിരുന്നു. വീണ വിജയൻ്റെ ഫോൺ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിലുണ്ടായിരുന്ന ഏതാണ്ട് 19 കോടി രൂപയോളം 18.87 ലക്ഷം കോടി രൂപയാണ് അത്രയും തുക കണ്ടുകെട്ടുകയുണ്ടായി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇന്നിപ്പോൾ ED വീണ വിജയൻ്റെ തിരുവനന്തപുരത്തുള്ള HDFCയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED പിണറായി വിജയനെയും വീണ വിജയനെയും നിരന്തരം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്തുടരുന്നു. EDയുടെ റഡാറിൽ തന്നെയാണ് ഇരു കൂട്ടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പുറത്ത് CMRLനെയും കൃത്യമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. EDയുടെ നിരീക്ഷണ മുൻപിൽ തന്നെയാണ് വീണ വിജയനും CMRLും അനുബന്ധ ഘടകങ്ങളും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ വീണയുടെ ഭൂഗർഭ നിലവറ വരെ തുറന്ന് പരിശോധിക്കുന്ന നിലയിലേക്ക് ED മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ CMRLുമായി നടത്തിയിരിക്കുന്ന അനധികൃത ഇടപാടുകളിലൂടെ നേടിയ പണം എന്ത് ചെയ്തു, എന്തിനു വേണ്ടി വിനിയോഗിച്ചു, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടിയാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ HDFCയിലെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്നത്. വീണയുടെ സാന്നിധ്യം അതിന് കൂടിയേ തീരുകയുള്ളൂ. എന്തായാലും ED സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള HDFC ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നു. വീണയെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ക്രൈം ഓൺലൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ മൊഴികളും അതിൻ്റെ അനുബന്ധ രേഖകളും പകർപ്പുമെല്ലാം EDക്ക് ലഭ്യമാക്കുന്നു എന്ന് കൂടി പറയുമ്പോൾ ഇന്നിപ്പോൾ ED ലോക്കർ കൂടി തുറന്ന് പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്ന, കുരുക്കിലാക്കുന്ന നീക്കങ്ങളാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ അന്വേഷണത്തിനൊടുവിൽ വീണ വിജയൻ നിരപരാധിയാണെങ്കിൽ പൂർവാധികം സംശുദ്ധിയോടുകൂടി അവർ പുറത്തു വരും. അല്ല എങ്കിൽ വീണ വിജയനെ കാത്തിരിക്കുന്നത് വലിയ നിയമ നടപടികളാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപിൻ്റെ കാഴ്ചപ്പാട് ആ രീതിയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ, അതിനോട് യോജിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാ ദിവസവും വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ചാനൽ ചർച്ചകളുടെ കാര്യം പറയുമ്പോൾ ഇനി പിണറായി വിജയൻ്റെ വിഷയവും വീണ വിജയൻ്റെ വിഷയവും ഒന്നും പറയരുത്, കഴിയുന്ന ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കണം. പറഞ്ഞു മടുത്തു, കണ്ടവരും എടുത്തു, കേട്ടവരും എടുത്തു, എല്ലാം അവർ മടുക്കാത്തവരായിട്ട് ED മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പോൾ തോന്നും. അത് അവരുടെ ജോലിയാണല്ലോ അവർ ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, EDയുടെ ശ്രമം അവർ കാര്യമായി ഈ കേസ് അന്വേഷിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇന്ന് വളരെ രീതിയിൽ ഇന്ന് വന്നിരിക്കുന്നത് HDFC ബാങ്ക്, തിരുവനന്തപുരത്തുള്ള HDFC ബാങ്കിലെ ഭൂഗർഭ നിലവറ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിനെ കുറിച്ചാണ്. ഈ ലോക്കറുകൾ പരിശോധിക്കാനായിട്ട്, വീണയുടെ പേരിലുള്ള ലോക്കറുകൾ പരിശോധിക്കാനായിട്ട് ED എത്തുന്നു. നമുക്കിത് കുറച്ചെങ്കിലുമൊക്കെ വിശ്വാസം വരണമെങ്കിൽ ഈ ലോക്കറിന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് പറഞ്ഞാൽ മതി. കിട്ടിയില്ലെങ്കിൽ ഇതിന് മുമ്പ് ലാസ്റ്റ് എന്നാണ് ഈ ലോക്കർ പരിശോധിച്ചത്, എത്ര പ്രാവശ്യം ഏതൊക്കെ പീരീഡ് പരിശോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ED അന്വേഷണം തുടങ്ങിയ ശേഷം
കാരണം അറിയണം, ഇത്രയും നാൾ ഈ ലോക്കറിൻ്റെ അകത്ത് രേഖകളോ വസ്തുക്കളോ സ്വർണമോ കള്ളക്കടത്ത് സ്വർണമോ അല്ലാത്ത സ്വർണമോ എന്തെങ്കിലും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള എല്ലാ സമയവും സൗകര്യവും അവർക്ക് കിട്ടി. അല്ലെങ്കിൽ ആ ലോക്കർ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇവർക്ക് കൊടുക്കുകയോ ബാങ്കിന് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? സംശയം അപ്പോൾ നമ്മൾ ഇത് എപ്പോഴെങ്കിലും ഇത് തെളിയിക്കണമെങ്കിൽ ഇഡിക്ക് എത്രയോ ആദ്യം തന്നെ കസ്റ്റഡിയിലിരിക്കേണ്ട സാധനങ്ങളാണ് ലോക്കറൊക്കെ ഫ്രീസ് ചെയ്യണം. പാസ്പോർട്ട്, ലോക്കർ, ഇങ്ങനെ തുടങ്ങിയ ഇതിൽ ലോക്കറിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്തിരിക്കുന്നവർ? എല്ലാ ബാങ്കുകൾക്കും ഒരു ബ്ലാങ്കറ്റായിട്ട് പറയാം, ഇന്നയാളിൻ്റെ പേരിലുള്ള സ്വത്ത് നമ്മൾ അന്വേഷിക്കുന്നത് അങ്ങനെയായിരിക്കും. ഇന്നയാളിൻ്റെ പേരിൽ എന്തെങ്കിലും അക്കൗണ്ട് വിവരങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. അത് അറിയിക്കാൻ ബാങ്ക് ബാധ്യസ്ഥരാണ് താനും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇന്നവിടെ ചെല്ലുക, ഇതെല്ലാം അവിടെ സൂക്ഷിച്ച് ഇവർ പണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ പോയതാണ്. ആ സ്ഥലത്തിൻ്റെ പിണറായിക്കടുത്ത് സ്ഥലം പേര് മറന്നുപോയി, പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പഴയ ലുങ്കിയാണ് കിട്ടിയത്. അവിടുത്തെ ലോക്കറിൽ നിന്ന്, അവിടുത്തെ അലമാരിയിൽ നിന്ന് പൂട്ടി ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യമായിട്ട് എല്ലാവരും കൂടി ചെന്ന് ബലമായിട്ട് തുറന്നു നമുക്ക് പഴയ ലുങ്കി. എന്നാൽ അത്രയ്ക്ക് മാത്രം മണ്ടന്മാരാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. വീണാ വിജയനും പിണറായിയൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ, ഈ ലോക്കറിൽ നിന്ന് എന്തെങ്കിലും ഡാമേജിങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഇവർ മണ്ടന്മാരാണ്. കാരണം അവിടെ ഇവർക്ക് മാറ്റാനുള്ള എത്രയോ സമയം കിട്ടി. ക്ലിഫ് ഹൗസിൽ നിന്ന് എല്ലാം കൂടെ ഇങ്ങോട്ട് മാറ്റിയില്ലേ, വാടക വീട്ടിലേക്ക് മാറ്റിയില്ലേ? സാർ, ഇത് പറഞ്ഞു കേട്ടിടത്തോളം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്നതിന് മുമ്പ്, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്നാണ് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത്. ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ പഴയ പല സംഭവങ്ങളും തനിക്ക് ഓർമ്മയില്ല, അത് മറന്നുപോയി, താനല്ല അത് കാര്യങ്ങൾ നേരിട്ട് ചെയ്തിരുന്നത്, എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ നിലവിലില്ല, CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ രേഖകളൊക്കെ ആ കമ്പനിയുടെ കമ്പ്യൂട്ടറിലായിരുന്നു, കമ്പനി പൂട്ടിപ്പോയി, അവിടെ തൊഴിലെടുത്തിരുന്ന തൊഴിലാളികളും ഇപ്പോൾ നിലവിലില്ല, അപ്പോൾ തൊഴിലാളികൾ എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് CMRന് ലഭ്യമാക്കിയിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ സേവനങ്ങൾ നൽകിയിരുന്നത് നേരിട്ടായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള എവിടെയും പിടികൊടുക്കാത്ത രീതിയിൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇഡിക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഉത്തരങ്ങളാണ് വീണ നൽകിയത്. അതായത് ഒരുതരം ഉരുണ്ട് കളിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് വീണ നൽകിയത്. ഇവിടെയാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാകുന്നത്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഏൽക്കുന്നതിന് മുൻപാണ് വീണാ വിജയനും CMRലും തമ്മിലുള്ള ഇടപാടുകൾ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഏതാണ്ട് അതിനൊരു 10 വർഷത്തെ അപ്പുറത്തൊരു ചരിത്രം തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇഡിയുടെ റെയ്ഡുകൾ വന്ന സന്ദർഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇഡി റെയ്ഡിനെത്തും എന്നുള്ള സൂചനകൾ വളരെ കാലം മുമ്പ് തന്നെ പറഞ്ഞു കേട്ടതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീണയെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ തന്നെ വീണയ്ക്കും പിണറായി വിജയനും എല്ലാം അറിയാം, ഇനി ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ഇടപെടലുകൾ അതിൽ ഫലവത്താകുന്നില്ല എങ്കിൽ ലോക്കർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഏതെങ്കിലും ലോക്കറിൽ എന്തെങ്കിലും വിവരങ്ങൾ, അവരുടെ ഏതെങ്കിലും തരത്തിൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവർക്ക് വിനയാകുന്ന രേഖകളാണെങ്കിൽ തീർച്ചയായും ആ രേഖകളൊക്കെ അതിനോടകം തന്നെ, അതായത് ഇപ്പോൾ ഇഡി റെയ്ഡിനെത്തുന്നതിന് മുൻപേ തന്നെ അവർ മാറ്റിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സാറ് പറഞ്ഞതുപോലെ പിണറായി വിജയനും വീണാ വിജയനൊന്നും അത്ര മണ്ടന്മാരായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഡി തിരുവനന്തപുരത്തിലെ HDFC ലോക്കർ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് കാര്യമായ എന്തെങ്കിലും കിട്ടണം എന്നുള്ളതും നിർബന്ധമില്ല. എന്നാൽ നമ്മളെക്കാൾ എന്തുകൊണ്ടും ബൗദ്ധിക നിലവാരത്തിൽ, അന്വേഷണ നിലവാരത്തിൽ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകൾ തന്നെയാണ്. അന്വേഷണത്തിൻ്റെ പാഠവും രീതികളൊക്കെ വളരെ ഭംഗിയായി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് ഈ ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കനപ്പെട്ട തെളിവുകൾ ലഭിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കില്ല ഇഡി ലോക്കർ തുറക്കുക. അത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും. പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇഡിക്ക് അറിയാം. പക്ഷേ അത് ഇതെല്ലാം അറിയാമെങ്കിലും അവർക്ക് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നത് പോലെ ഇത്തരം കേസുകൾ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ഗൗരവ സ്വഭാവം പരിഗണിക്കുമ്പോൾ അവർക്ക് ഈ സ്ഥലം സന്ദർശിക്കേണ്ടതായി വരും, റെയ്ഡ് ചെയ്യേണ്ടതായി വരും. ഈ പ്രതികളെന്ന് പറയുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ബാങ്ക് ലോക്കറുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പരിശോധിക്കേണ്ടതായി വരും. അതൊക്കെ കേവലം നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. എന്നാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വൻ രേഖകളെല്ലാം ഈ ലോക്കറിൽ വച്ച് പൂട്ടി ഭദ്രമായി താക്കോൽ കയ്യിൽ വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടും അത്ര മണ്ടന്മാരല്ല പിണറായി വിജയനും വീണാ വിജയനും എന്നുള്ളത് പൊതുസമൂഹത്തിനും അറിയാം. എന്നാൽ ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തുമ്പോൾ
ഇപ്പോൾ നടത്തുന്ന റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ലോക്കർ ഭൂഗർഭ നിലവറ തുറന്ന് പരിശോധിക്കുന്നതിലൂടെ വലിയ തെളിവുകൾ കിട്ടും, അതിലൂടെ വീണ വിജയനെ അകത്താക്കാം, അല്ലെങ്കിൽ നിയമപരമായ നടപടി അവർക്കെതിരെ എടുക്കാമെന്നുള്ള ഒരു ധാരണയോട് കൂടി മാത്രമായിരിക്കില്ല ED ഇത് ചെയ്യുക. തെളിവുണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരം നടപടിക്രമങ്ങൾ അവർ പാലിച്ചേ പറ്റൂ, അത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ED സത്യസന്ധമായിട്ടും ഇത് സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചും ആയിരിക്കും അന്വേഷിക്കുന്നത്. പക്ഷെ അമിത്ഷായ്ക്കും മോഡിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ED ഈസ് ആൻസറബിൾ, അക്കൗണ്ടബിൾ ടു ദം. അതെ. അപ്പോൾ ഹയർ അതോറിറ്റീസിന് EDയും അക്കൗണ്ടബിൾ ആണ്. ഹയർ അതോറിറ്റീസിന് താല്പര്യമില്ലെങ്കിലോ? അല്ല, ഇവിടെയാണ് ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ചില കോളിളക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കുന്ന സമയം വരെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, അതായത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1 വർഷം മുമ്പാണ് വീണ വിജയനെ എക്സാലോജിക്കുമായി CMRലുമായി ബന്ധപ്പെട്ട കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചെന്നൈയിലുള്ള ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലായത്. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ചോദ്യം ചെയ്യലാണ് ഉണ്ടായിരുന്നത്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ കേന്ദ്ര സർക്കാരിലും നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മലാ സീതാരാമനല്ല നിതിൻ ഗഡ്കരിയുമൊക്കെയായി പിണറായി വിജയന് വലിയ ബന്ധമാണുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് EDയെ തടഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ നമ്മൾ ആളല്ല. എന്നാൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ ധരിക്കാൻ തയ്യാറായാൽ പോലും കേന്ദ്ര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രി പദം നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കൂടി ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുക, BJPയെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയനെ കേരളത്തിൽ വളർത്തിയിരുന്നതെങ്കിൽ കോൺഗ്രസിനെ അല്ല BJP വളരാൻ തകർക്കേണ്ടത്, യഥാർത്ഥത്തിൽ CPMനെയാണ് തകർക്കേണ്ടത് എന്നുള്ള കാര്യം കേന്ദ്രത്തിലെ BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റ് കിട്ടിയതോടുകൂടി അവർ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് CPMനെ പ്രതിരോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഒരു പ്രചരണ പരിപാടി നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിൽ 5 താമരയെങ്കിലും വിരിഞ്ഞേനെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസിന് തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തേണ്ടതില്ല. BJP വളരണം എന്നുണ്ടെങ്കിൽ CPM ചീഞ്ഞേ പറ്റൂ. അപ്പോൾ CPM ചീഞ്ഞാൽ മാത്രമേ അത് BJPയുടെ വളർച്ചയ്ക്ക് വളമാകുകയുള്ളൂ എന്ന് കണ്ടറിഞ്ഞത് കൊണ്ടാവാം ഒരുപക്ഷെ ഇനി നേരത്തെ പിണറായി വിജയന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന് പറയുന്ന യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ സഹകരണങ്ങളൊന്നും ലഭിക്കില്ല എന്നുകൂടി പറയപ്പെടുന്നു. അതിന് അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പദം നഷ്ടമായപ്പോൾ നടന്നിരിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡും തുടർന്ന് വീണ വിജയനെ ചോദ്യം ചെയ്യലും. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിൽ വീണ വിജയൻ്റെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്ന നടപടിക്രമങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ പഴയ പ്രതാപം ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. താങ്കൾ അവഗണിച്ചൊരു ഭാഗം മനഃപൂർവ്വം അവഗണിച്ചാണോ പറയേണ്ടതെന്ന് വെച്ചിട്ടില്ല. ഇതിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രസക്തി മോഡിക്ക് ഇനി ആവശ്യമില്ല, അതൊരു നെഗറ്റീവ് എഫക്റ്റ് തന്നെയാണ്. പക്ഷേ പിണറായി വിജയനൊരു സ്വയം ഒരു കരിമണൽ കനിയാണ്, ലക്ഷങ്ങൾ വിലയുള്ള കരിമണൽ കനിയാണ് പിണറായി. അത് വേണ്ടെന്ന് വയ്ക്കുമോ BJP നേതൃത്വം? അല്ല, അത് ഈ കേന്ദ്ര മൈനിങ് ജിയോളജി വകുപ്പെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രം തന്നെയാണ്. അതിൻ്റെ പ്രധാന അതോറിറ്റി അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് തോട്ടപ്പള്ളി അല്ലെങ്കിൽ അമ്പലപ്പുഴ ഭാഗങ്ങളിലുള്ള ആ തീരദേശത്തെ കരിമണൽ സാധ്യതകളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഖനനം നടത്തുന്നതിന് കേന്ദ്രത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ അവിടെ സാധ്യമാകൂ എന്നിരിക്കെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കേരളത്തിൻ്റെ അധികാര ഭൂപടങ്ങളിൽ എവിടെയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പിണറായി വിജയനെ കരിമണലിൻ്റെ പ്രലോഭനത്തിൽ കേന്ദ്രത്തിന് ചേർത്ത് നിർത്തേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇതുവരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ വട്ടമിട്ട് പറക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പിണറായി വിജയൻ്റെ വീട്ടിലേക്കോ പിണറായി വിജയൻ്റെ ബന്ധുക്കളിലേക്കോ ഒന്നും പറന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന BJP
കമ്മ്യൂണിസ്റ്റ് ബന്ധം അല്ലെങ്കിൽ പിണറായി BJP ബാന്ധവം തകർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. വീണ കുറ്റക്കാരി അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടാതെ അവർ പൂർവാധികം ശോഭയോടുകൂടി സമൂഹത്തിൽ തിളങ്ങി നിൽക്കട്ടെ. അഥവാ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിയമത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുകയാണെങ്കിൽ മാതൃകാപരമായ നിയമപരമായ നടപടികൾ അവർ നേരിടട്ടെ. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം വലിയവനും ചെറിയവനും എന്ന് വ്യത്യാസമില്ലാതെ നീതി നിർവഹണത്തിൽ ഒരേപോലെ തന്നെയായിരിക്കണം രാജ്യത്തിൻ്റെ നീതി സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളോ എന്നുള്ളതൊന്നും വിഷയമല്ല. നിഷ്പക്ഷമായി അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിൽ വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഭൂഗർഭ നിലവറ തുറന്ന് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭൂതത്താൻ നിധി കാക്കുന്നത് പോലെ എന്തെങ്കിലും വിലപ്പെട്ട രേഖകളുടെ നിധികൾ വീണ വിജയൻ അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ED കണ്ടെത്തും. ED കണ്ടെത്തുകയാണെങ്കിൽ തുടർ നടപടികൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഭീതിതമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയൊന്നും അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല എങ്കിൽ വെറും കീറലുങ്കി മാത്രമാണ് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയെങ്കിൽ തുടർ നടപടികൾ ഇനിയും വീണയെ കാത്തിരിക്കുന്നതേ ഉള്ളൂ. കാരണം വീണയുടെ ഫോൺ പരിശോധന തുടരാനിരിക്കുന്നു. മാത്രമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈമാറുന്ന 134 തെളിവുകളും അനുബന്ധ രേഖകളും വീണയ്ക്ക് വലിയ വിലങ്ങുതടിയായി വരും. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സ്വപ്ന സുരേഷ് നേരത്തെ ഉന്നയിച്ച പല വിഷയങ്ങളുമായി EDക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ ചക്രവ്യൂഹത്തിൽ തന്നെയാണ്. ഈ ചക്രവ്യൂഹം, ഈ പത്മവ്യൂഹം ഭേദിച്ച് വീണയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ, അത് ഈ പത്മവ്യൂഹം ഭേദിച്ച് വീണയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു അഭിമന്യു എത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.